നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു അധ്യായമുള്ള 13 വാക്യങ്ങളുള്ള ചെറിയ ഈ ദൈവവചന ഭാഗത്തും പല ദൈവിക സത്യങ്ങളും അന്തർലീനമായിരിക്കുന്നു എന്ന് നമുക്ക് അബ്രഹാം പാസ്റ്റർ അത് പറഞ്ഞതിലൂടെ നമുക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നു. നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം, ഒരു മാന്യനായകിയാർക്ക് എന്ന് ഇവിടെ സംബോധന ചെയ്തിരിക്കുന്ന ഒരു സഹോദരിക്ക്, ഒരു പ്രായത്തിൽ ഒരു റെസ്പെക്റ്റബിളായിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു സ്ത്രീ എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. നമുക്ക് ഇംഗ്ലീഷിൽ ചോസൻ ലേഡി ആൻഡ് ഹെർ ചിൽഡ്രൻ ഹും ഐ ലവ് ഇൻ ദ ട്രൂത്ത്. അതൊരു പക്ഷേ ആ സ്ത്രീയും ആ സ്ത്രീയുടെ മക്കളും ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ആ സ്ത്രീ അവിടെയുള്ള ആ ഭവനത്തിലുള്ള ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ ദൈവം മക്കളെ കൂടെ ഉദ്ദേശിച്ചായിരിക്കാം അത് പറഞ്ഞേക്കുന്നതെന്ന് അഭിപ്രായമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടല്ലോ. നോക്കിയാട്ടെ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പുതിയ കാര്യങ്ങളൊന്നും അദ്ദേഹം എഴുതിയതായിട്ട് നമുക്ക് കാണുന്നില്ല. സത്യത്തെക്കുറിച്ച് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യനായകിയാർക്കും നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യനിമിത്തം ഞാൻ മാത്രമല്ല, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യനായകിയാർക്കും എന്ന് പറയുമ്പോൾ അവർ ഗ്രഹിച്ചിരിക്കുന്ന സത്യം എന്താണ് എന്നുള്ളത് നമുക്ക് ഏകദേശ ധാരണ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അത് നിശ്ചയമായിട്ടും സുവിശേഷവും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷവും ആ നിത്യജീവനെക്കുറിച്ചുള്ള സുവിശേഷം ആണ് അവർ അറിഞ്ഞിരിക്കുന്ന സത്യം. അവർ ഗ്രഹിച്ചിരിക്കുന്ന സത്യം, അവരിയ്ക്കുന്നതായ സത്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ദൈവകൃപയിൽ മുന്നോട്ട് പോകുന്ന ആ കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കുറച്ച് ആൾക്കാർക്ക്, അത് മിക്കവാറും അത് എഫെസോസിൽ തന്നെയുള്ള ഒരു കൂട്ടായ്മയ്ക്കാണ് അത് എഴുതി അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഏകദേശം AD 90 ആണ് ഇത് എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്കറിയാമല്ലോ, അത് നിങ്ങളുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് ആണ്. മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് കണ്ട് അത്യന്തം സന്തോഷിച്ചു. നമുക്കറിയാം, ഒരു ദൈവത്തിൻ്റെ പൈതലിന് വേറൊരു ദൈവ പൈതലിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതുപോലെ വചനത്തിലും ദൈവകൃപയിലും നിൽക്കുകയും കർത്താവിന് വേണ്ടി ഒരു വില കൊടുത്ത് നിൽക്കുന്ന സഹോദരങ്ങളെ കാണുമ്പോഴും നമുക്ക് അത് സന്തോഷം ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് കുറ്റബോധം ഉണ്ടാകും. അദ്ദേഹം ചെയ്യുന്നതൊക്കെ പലതും ചെയ്യാനാ കഴിഞ്ഞിട്ടില്ലല്ലോ, പല രംഗങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. സത്യത്തിൽ നടക്കുന്ന നമ്മൾ കൂടുതലൊന്നും ചെയ്യണ്ട. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മിഷനറി വീരന്മാർ ചെയ്തതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ ഇല്ലയോ, അല്ലെങ്കിൽ രാജ്യങ്ങളെയൊക്കെ പിടിക്കാൻ കഴിഞ്ഞോ, ആയിരക്കണക്കിന് ആൾക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞോ, ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം. നമ്മൾ അറിഞ്ഞ സത്യത്തിൽ നടക്കാൻ, അത് മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ ക്രിസ്തുവിൽ പത്രമായിട്ട് നമുക്ക് വെളിപ്പെടുവാൻ, നമ്മുടെ ജീവിതവും നമ്മുടെ മാതൃകയും നമ്മുടെ നടപ്പും കൊണ്ട് അനേക വിശ്വാസികൾക്ക് അത് എൻകറേജ്മെൻ്റ് ആയിട്ട് തീരുന്നുണ്ടോ? അതൊരു വലിയൊരു ചോദ്യമാണ്. നമ്മൾ ചെയ്യുന്നതും പറയുന്നതും പ്രഖ്യാപിക്കുന്നതും നമ്മൾ ക്ലെയിം ചെയ്യുന്നതുമായിട്ടുള്ള പല അതിനെയൊക്കെ വിട്ടതിന് ശേഷം ഒരു നിമിഷം നമുക്ക് ചിന്തിച്ചാൽ മതി. ഇവിടെ പറഞ്ഞേക്കുന്ന പോലെ നിങ്ങളുടെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ടായി, ഞങ്ങൾക്ക് എൻകറേജ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ ഒരു ദൈവ പൈതൽ സത്യത്തിൽ നിൽക്കുകയും സത്യത്തിൽ നടക്കുകയും ചെയ്യുന്ന കാര്യം, അത് അവന് വേണ്ടി വ്യക്തിപരമായിട്ട് മാത്രം ഉള്ളൊരു കാര്യമല്ല, മറിച്ച് അത് കണ്ട് അനേകര് സന്തോഷിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. കാരണം പല അവസരങ്ങളിൽ പല സഹോദരങ്ങൾ എന്നോട് പറയാനിടയാടോ, എൻ്റെ വിചാരം ഞാൻ അങ്ങനെ വലിയ ഫേമസ് ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ വലിയ അറിയപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ, ഇപ്പം ഞാൻ എങ്ങനെ ജീവിച്ചാൽ ഇപ്പം എന്നാ വേണം എന്നൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പലപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേക ചില സാഹചര്യങ്ങളാണ് മനസ്സിലായത്, ഞാനങ്ങനെ
സംഗതി വലിയ അറിയപ്പെടുന്ന വ്യക്തിയൊന്നും അല്ലെങ്കിൽ പോലും ആ, പലരും എൻ്റെ ജീവിതത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. പലരും വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള വ്യക്തികൾ എൻ്റെ ജീവിതത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. ചിലരൊക്കെ ചില കാര്യങ്ങളിൽ അവരൊക്കെ എന്നെ മാതൃകയാക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ചില ചില വർത്തമാനങ്ങൾ, പറയുന്ന ചില അനുഭവങ്ങൾ, അതിനെയൊക്കെ മാതൃകയാക്കുകയും അതിനെ അനുകരിക്കുകയും പോലും ചെയ്യുന്ന പല സഹോദരങ്ങളുണ്ട് എന്ന് ഞാൻ അറിയാനിടയായി തീർന്നപ്പോൾ, കർത്താവ് ഞാൻ നിലനിൽക്കുന്നു, ഞാൻ നടക്കുന്നു എന്നുള്ളത് അത് ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, അവൻ്റെ ശരീരമായ സഭയിൽ അതിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്നുള്ളത് ഞെട്ടലോടെ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ എവിടെയോ ഞാൻ യോനാടെ പുസ്തകം പ്രസംഗിച്ച് യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു കൂട്ടായ്മയിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് അവിടെ കയറി യോനാടെ പുസ്തകത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ട് ഞാൻ അവിടുന്ന് പോകാനിടയായി തീർന്നു. എന്നാൽ പിന്നീട് ഞാൻ അറിയാൻ കഴിഞ്ഞു, ആ യോനാടെ പുസ്തകത്തിലെ പ്രസംഗം കേട്ടിട്ട് ഒരു വ്യക്തി ദൈവവേലയ്ക്കായിട്ട് സമർപ്പിച്ചതും ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങി പോയതുമായിട്ടുള്ള ഒരു സംഭവം ഞാൻ കേട്ടപ്പോൾ, ഞാൻ എന്നാൽ അവിടെ വലിയ ഓൾട്ടർ കോൾ കൊടുത്തില്ല, വലിയ സംഭവങ്ങളൊന്നും ചെയ്തില്ല. സാധാരണ പറയുന്ന പോലെ സരസമായ രീതിയിൽ കുറച്ച് തമാശയൊക്കെ കൂട്ടി യോനാടെ കാര്യം പറഞ്ഞ് പ്രസംഗിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോയത് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പറയുന്ന വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പരിഗണനീയമല്ല എന്ന് വിചാരിക്കുന്ന പല സംഗതികളും മറ്റുള്ളവർക്ക് മാർഗദർശികളാകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ പറയുന്ന ചില വാക്കുകൾ മറ്റുള്ളവർക്ക് നിരാശയും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആസാഫ് പറയുന്നത്, ഞാൻ എൻ്റെ വായെടുത്ത് ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മക്കളുടെ തലമുറയോട് ഞാൻ ദ്രോഹം ചെയ്യുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ദൈവത്തെ സേവിച്ചിട്ട് കാര്യമില്ല എന്ന് ആണ് അവര് പറഞ്ഞത്. ദുഷ്ടന് അവന് അധികം പ്രോസ്പെറിറ്റിയും അവന് പല കാര്യങ്ങളും ഉണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്നവന് ഒന്നുമില്ല എന്ന് സാധാരണഗതിയിൽ നമ്മളൊക്കെ പറയുന്ന പറച്ചിലാണ് ആസാഫ് പറഞ്ഞത്. എന്നാൽ ആസാഫ് പറഞ്ഞതല്ല, ഹൃദയത്തിൽ ആലോചിച്ചതേ ഉള്ളൂ, വാഗൊണ്ട് പറഞ്ഞില്ല എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആ വാഗൊണ്ട് പറയാത്തത് കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ പറഞ്ഞിരുന്നു എങ്കിൽ, ഞാനത് ഉറക്കെ വിളിച്ച് പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ എൻ്റെ മക്കളുടെ തലമുറയോട് ഞാൻ ദ്രോഹം ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ, നമുക്ക് ഈ ലോകത്ത് കർത്താവ് തന്ന ഈ കൊച്ചു ജീവിതം വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ? നമുക്കത് സഹോദരങ്ങൾക്കും നമ്മളെ നോക്കുന്നവർക്കും നമ്മുടെ ഒരു മാതൃകയായി കാണുന്നവർക്കും ഇടർച്ചയില്ലാത്ത നിലയിൽ മാതൃകാപരമായി ജീവിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രതിഫലവും നമ്മുടെ ഭാവിയും നമ്മുടെ നിത്യതയും സംബന്ധിച്ച ഒരു കാര്യം മാത്രമല്ല, മറ്റനേകരെ അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ബാധ്യസ്ഥരാണ് എന്നുള്ളതും, നമ്മളെ ആരും ശ്രദ്ധിക്കുന്നെങ്കിലും ചിലരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളെ മാതൃകയാക്കുന്നുണ്ട്, നമ്മളെ നോക്കുന്നുണ്ട്, നമ്മുടെ പല സംഗതികളും അവർ കാണുന്നുണ്ട്. നോക്കിയാട്ടെ, യോഹന്നാന് സന്തോഷം വന്നു, നായകിയാരെ നിങ്ങളുടെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് കണ്ട് അത്യന്തം സന്തോഷിച്ചു, കൊള്ളാം, അതെനിക്ക് സന്തോഷിച്ചു എന്ന് പറയുക. നമുക്കറിയാമല്ലോ, യോഹന്നാൻ തൻ്റെ ലേഖനങ്ങളിലും തൻ്റെ സുവിശേഷത്തിലും ഒക്കെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ സ്നേഹിക്കണമെന്ന്. നമുക്ക് സത്യം പറഞ്ഞാൽ ബോറടിക്കും അദ്ദേഹത്തിൻ്റെ ഈ പറച്ചിൽ കേൾക്കുമ്പോൾ. എത്ര വട്ടമായി സ്നേഹിക്കണം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് ഇനി വേറെ ഒന്നും എഴുതാനില്ലയോ, ഇത് മാത്രമേ ഉള്ളോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തുള്ള മറ്റു പല കാര്യങ്ങളും പിശാചിന് കൗണ്ടർഫീറ്റ് ചെയ്യാം, അതിനെ അനുകരിക്കാം, അതുപോലെ ഒന്നായിട്ട് തീരാം. എന്നാൽ ദൈവസ്നേഹത്തെ അനുകരിക്കാനായിട്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ സ്നേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് വെളിച്ചത്തിൽ നടക്കുന്നതിനോടും ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു തെളിവായിട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. അല്ലെങ്കിൽ പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. യോഹന്നാൻ സുവിശേഷത്തെ നമ്മൾ 13-ാം അധ്യായത്തിൽ 12-ാം അധ്യായം 13-ാം അധ്യായത്തെ ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് ഞാൻ തരുന്നു. എല്ലാവരും നോക്കിയിരിക്കുക, കർത്താവ് പോകുന്നതിന് മുന്നേ എന്തോ ഈ പുതിയ കൽപ്പന തരാൻ പോകുന്നത്, അത് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളൊരു ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും എന്ന് അവിടെ പ്രസ്താവിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഭാഗത്ത് നമ്മൾ കണ്ടല്ലോ, സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ജനറലൈസ് ചെയ്ത് ഈ ലോകം കാണുന്നത് പോലെ ഉള്ള ഒരു സ്നേഹത്തെക്കുറിച്ചല്ല അവിടെ യോഹന്നാൻ പറയുന്നതെന്നും, അത്
ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെ സ്വീകരിക്കുന്നതാണ് ദൈവത്തിന്റെ സ്നേഹത്തിലായിത്തീരുന്നതിൻ്റെ ഒന്നാമത്തെ വഴി, ഒന്നാമത്തെ പടി എന്നും പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ നമുക്കിവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയും. പിശാചിനെ അനുകരിക്കാൻ കഴിയാതെ, പിശാചിന് ഒരിക്കലും കൗണ്ടർഫീറ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരു വലിയ അടയാളം അല്ലെങ്കിൽ വലിയൊരു അനുഭവമാണ് ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നുള്ളത്. സ്വന്തം ജീവൻ തന്ന് നാം അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം കർത്താവ് ലോകത്തെ സ്നേഹിച്ചതുപോലുള്ള ഒരു സ്നേഹം ഒരിക്കലും അതിനെ അനുകരിക്കാനായിട്ട് പിശാചിന് കഴിയത്തില്ല. ബാക്കിയെല്ലാം ഒരുപക്ഷെ അനുകരിക്കും. അന്യഭാഷ ചിലപ്പോൾ അനുകരിക്കും, പ്രവചനം അനുകരിക്കും, ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവനും ചെയ്യും, മറ്റ് സാമ്പത്തികമായിട്ടുള്ള ചില പ്രോസ്പെറിറ്റിയും കാര്യങ്ങളും ഒക്കെ പിശാചും തരും. ഇതൊക്കെ സത്യമാണ്. എന്നാൽ തന്നെത്താൻ കൊടുത്തുകൊണ്ടുള്ള ഒരു സ്നേഹം ഒരിക്കലും പിശാചിന് അനുകരിക്കാനായിട്ട് കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു അഷ്വറൻസ് എന്നുള്ള പോലെ, അല്ലെങ്കിൽ ഈ ഗുട്ടൻസ് ആർക്കെങ്കിലും വെളിപ്പെടുത്തി കൊടുക്കുവോ? രഹസ്യമായിട്ട് പറയണ്ടേ, മോനെ നോക്കിക്കോണം, സ്നേഹിക്കുന്നവനൊക്കെ ദൈവത്തിൽ നിന്നുള്ളത്, അല്ലാത്തവൻ അങ്ങനെയല്ല എന്ന് ഇത്രയും ഉറക്കം വിളിച്ച് പറയണോ? അപ്പൊ ഇങ്ങനെ ഉറക്കം വിളിച്ച് പറയുമ്പോൾ പിശാചു ഇതുപോലെ സ്നേഹിക്കാൻ തുടങ്ങിയാലോ? ഇല്ല, പിശാചിനെ കൊണ്ട് ജീവിതകാലത്ത് കഴിയുന്ന ഒരു കാര്യമല്ല. ശത്രുവിനെ, പിശാചിനെ അനുസരിക്കുന്നവർക്കും കഴിയുന്ന കാര്യമല്ല, ദുരുപദേശകന്മാർക്കും കഴിയുന്ന കാര്യമല്ല. കർത്താവ് സ്നേഹിച്ച രീതിയിൽ സ്നേഹിക്കുകയും ആ സ്നേഹത്തിൽ നടക്കുകയും ചെയ്യുക എന്നുള്ളത്, സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ നീ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അടയാളമാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ദൈവസ്നേഹം അനുകരിക്കാനായിട്ട്, ഈ ദൈവസ്നേഹം വെളിപ്പെടുത്താനായിട്ട്, പിതാവിന് നമ്മോടുള്ള സ്നേഹം എന്താണെന്ന് വെളിപ്പെടുത്താനായിട്ട് ഈ പുത്രനല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. നമുക്ക് ആ ദൈവകൃപയാൽ അവനിൽ ആയിത്തീരുമ്പോൾ, അവന്റെ ആ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് നമുക്കും ആ സ്നേഹത്താൽ സ്നേഹിക്കാനായിട്ട് കഴിയും എന്നല്ലാതെ ആർക്കും. കഴിഞ്ഞ ദിവസം തന്നെ വായിച്ചു, അവന്റെ ജഡത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, ജഡത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സംഗതി അല്ല ഈ സ്നേഹം എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലായി. അതുകൊണ്ടാണ് പിന്നെയും യോഹന്നാൻ ഈ സ്നേഹത്തെക്കുറിച്ച് തന്നെ പറയുന്നതിന്റെ കാരണം, മറ്റൊന്നിനും അനുകരിക്കാനോ മറ്റൊന്നിനും അത് അഭിനയിക്കാനോ കഴിയുന്ന ഒരു സംഗതി അല്ല ഈ സ്നേഹം എന്നുള്ളതും, അത് പൂർണ്ണതയുടെ, സമ്പൂർണതയുടെ ബന്ധമാണ് എന്നുള്ളതും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട്. എന്നിട്ടാണ് നമ്മൾ കാണുന്നത് ഈ സ്നേഹം എന്ന് പറയുമ്പോൾ ലോക മനുഷ്യൻ ഇതായിപ്പോവും. ഇന്ന് നമ്മുടെ ഈ തലക്കെട്ട് കണ്ടാലും ഒത്തിരി പേര് ഒഫൻഡഡ് ആയി പോകും. അതുകൊണ്ടാണോ ചില സഹോദരങ്ങളൊന്നും വരാത്തതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഇത്ര കുടുസായി ചിന്തിക്കുന്ന, ഇത്ര നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഈ മനുഷ്യരുടെ കൂടെ ഇരുന്ന് ഈ ദൈവവചനം കേൾക്കുന്നത് തന്നെ അപമാനമാണല്ലോ എന്ന് വിചാരിക്കും. കാരണം ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവന് ദൈവമില്ല. അത് ശരി, ഇത് പറയാനാണ് ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റിരുന്ന് ഈ ക്ലബ് ഹൗസിൽ കയറിയിരുന്ന് ഇതൊക്കെ വിളിച്ച് പറയുന്നത്. അതെ, ഈ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ കഴിയുന്നതും തിരിച്ചറിവുള്ളതും, അത് കാര്യങ്ങൾ എന്താണ്, ഇരുട്ടെന്താണ്, വെളിച്ചം എന്താണെന്ന് വെളിപ്പെടുത്തുന്നതുമായ ഒരു സംഗതിയാണ് ഈ സ്നേഹം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സ്നേഹം എന്ന് പറഞ്ഞ് ചില ലോകപ്രകാരമോ ജഡപ്രകാരമോ ഉള്ള സ്നേഹം ഇട്ട് അത് വെച്ച് വഞ്ചിച്ച് കൗണ്ടർഫീറ്റ് ചെയ്ത് അതിനെ അനുകരിച്ച് ആരെങ്കിലും കൊണ്ട് കുഴി ചാടിക്കാൻ കഴിയുന്ന ഒരു സ്നേഹമല്ല ഇത്. ഈ സ്നേഹം അനുഭവിക്കുന്നവന് മനസ്സിലാകും ഈ സ്നേഹം വെറും പുറംപൂച്ചാണോ, വെറും അനുകരണം മാത്രമാണോ, അതോ ഇത് യഥാർത്ഥത്തിലുള്ള ദൈവസ്നേഹമാണോ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ കർത്താവിലുള്ള ഒരു ഉപദേശവുമായിട്ടല്ലാതെ നിന്റെ അടുക്കൽ വരുന്നവനെ നീ അക്സെപ്റ്റ് ചെയ്ത് നീ അവനോട് കുശലം പറയുക പോലും ചെയ്ത് വീട്ടിൽ കൈക്കൊള്ളരുത് എന്നൊക്കെ പറയുക. ഇതൊക്കെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ അത് എന്തൊരു സ്നേഹമാണ് എന്ന് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോകും. ഇതിങ്ങനെയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അതെന്തൊരു സ്നേഹമാണ് എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. എന്നാൽ സ്നേഹത്തിന് അങ്ങനെയും ഒരു വശമുണ്ട്. കാരണം ക്രിസ്തുവിൽ ദൈവം വെളിപ്പെടുത്തിയതാണ് ഈ ദൈവസ്നേഹമെന്നും, അല്ലാതെ ലോകത്തിലുള്ള വേറെ ഏതെങ്കിലും നിലയിലുള്ള പ്രകൃതി രമണീയമായിട്ട് അല്ലെങ്കിൽ സാഹിത്യ ഭംഗി തുളുമ്പുന്ന ഇതുപോലൊക്കെ നമ്മൾ പറഞ്ഞ് ഇതാക്കുന്ന പോലുള്ള ഒരു സ്നേഹമല്ല ഇത് ക്രിസ്തുവിൽ സ്പെസിഫിക് ആയിട്ട് ദൈവം വെളിപ്പെടുത്തിയതും, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷമാകുകയും, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു, ഇവിടെ ദൈവീകമെന്ന് പറഞ്ഞ് കാണിക്കുന്ന പലതും യഥാർത്ഥത്തിലുള്ളതല്ല, സ്നേഹമല്ല, ദൈവികമല്ല എന്ന് പറയുകയും,
ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട, സ്പെസിഫിക് ആയിട്ട് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ആ കാര്യത്തിനെയാണ് ദൈവവചനത്തിൽ ദൈവസ്നേഹം എന്ന് വിവേക്ഷിക്കുന്നതെന്നും, ആ ക്രിസ്തുവിന്റെ അതിർവിട്ട് കടന്നു പോകുന്ന, ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിന്റെ അതിർവിട്ട് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല എന്നും കാറ്റഗറിക്കലായിട്ട് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്താൻ തക്കവണ്ണം ഇവിടെ യോഹന്നാൻ ശ്രമിക്കുകയാണ്. അത് നമ്മളോട് കൺവേ ചെയ്യുകയാണ്. ഇത്രയും വലിയ ഉദാത്തമായ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരുത്തനോട് മിണ്ടരുത്, അവനെ വീട്ടിൽ കയറ്റരുത്, അവന് വെള്ളം പോലും കൊടുക്കരുത്, അവനോട് ഗുഡ് മോർണിംഗ് പോലും പറയരുത് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ പ്രയാസം തോന്നി. ഇതിനെ എങ്ങനെ സ്നേഹം ഉൾക്കൊള്ളാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവം ഉന്നതമായി കരുതുന്ന കാര്യങ്ങളെ ഉന്നതമായിട്ട് കരുതുകയും, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുത്തൻ ദൈവം വെറുക്കുന്ന കാര്യങ്ങളെ വെറുക്കുകയും ചെയ്യുമെന്നുള്ളത് ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു തെളിവാണ്, അല്ലെങ്കിൽ ദൈവസ്നേഹം നമ്മളിൽ നിറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു തെളിവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരുപദേശത്തെക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചല്ലോ. അപ്പോൾ ഇതിനെ അനുകരിക്കുന്നതും ഇതൊന്നും അല്ല ക്രിസ്തു, അല്ലെങ്കിൽ പറയുകയാണ് മറ്റുള്ളവർക്കും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ ഞങ്ങൾ ഈ സുവിശേഷത്തെ ഒന്ന് ഗ്ലോബലൈസ് ചെയ്ത് ഒന്ന് എല്ലാവർക്കും കൂടെ അക്സെപ്റ്റ് ചെയ്യത്തക്ക നിലയിൽ ഒരു ആശയമാക്കി മാറ്റാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ ദുരുപദേശകന്മാർക്ക് പറയാനുള്ളത്. എന്നാൽ ദൈവത്തിന്റെ വചനമനുസരിച്ച് ആ കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്ന ക്രിസ്തുവിന്റെ സുവിശേഷത്തോട് എന്തെങ്കിലും കൂട്ടാനോ എന്തെങ്കിലും കുറയ്ക്കാനോ ആർക്കും കഴിയുകയില്ല. അതിനെ സ്നേഹം എന്ന് പറയാനും പറ്റത്തില്ല. ആ ക്രൂശിൽ വെളിപ്പെട്ട സ്നേഹത്തിന് ഇക്വലന്റ് ആയിട്ട് അതിന് പകരമായിട്ട് വെച്ച് ലോകത്തിൽ വേറെ ഏതെങ്കിലും ഒരു സ്നേഹത്തിന്റെ മാതൃകയെ കാണിക്കാനും കഴിയത്തില്ല. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ വചനം ധ്യാനിച്ചുകൊണ്ട് നിൽക്കുമ്പം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് പറഞ്ഞേക്കാം. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ നിങ്ങളെ ആരും വലിച്ചു കൊണ്ടുപോകരുത്. ഈ ആചരിച്ചു പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നന്ന്. എത്ര ശ്രേഷ്ഠമായ ഒരു ദൈവവചന ഭാഗമാണ് പ്രിയപ്പെട്ടവരെ. കാരണം ഈ കൃപയാൽ ഹൃദയം ഉറപ്പിക്കപ്പെട്ട് അങ്ങനെ ആ ദൈവത്തിന്റെ സ്നേഹം ഗ്രഹിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഒരു സ്നേഹമാണ്. അല്ലാതെ ഇത് വിവിധവും അന്യവുമായിട്ടുള്ള ഉപദേശങ്ങളും ഭോജന നിയമങ്ങളും അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ചില കർമാചാരങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതല്ല. നമുക്കറിയാമല്ലോ, 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിശാച് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കൃപയാൽ ഉള്ള ഈ രക്ഷയെ കൃപയാലുള്ളത് അല്ലാതാക്കി തീർക്കുകയും പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ അല്ലാത്ത ഈ സുവിശേഷത്തെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ആക്കി തീർക്കാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ക്രൈസ്റ്റ് പ്ലസ് എന്ന് പറയുന്ന പോലെ ക്രിസ്തുവിനോടുകൂടെ ഇതും കൂടെ ചെയ്യണം, ക്രിസ്തുവിനോടുകൂടി ഇതും കൂടെ വേണം, സുവിശേഷത്തോടുകൂടി ഇതും കൂടെ വേണം എന്ന് പിശാച് നടത്തുന്ന പരിശ്രമങ്ങൾ 1-ാം നൂറ്റാണ്ട് മുതലുണ്ട്, ഇന്നുമുണ്ട്. ഈ കൃപയാലുള്ള രക്ഷ, പാപിയായ മനുഷ്യ നീ ഒന്നും ചെയ്യണ്ട, നീ വിശ്വസിച്ചാൽ മാത്രം മതി, നീ നീ ചെയ്യേണ്ടതായിട്ടുള്ള പാപത്തിന്റെ പരിഹാരം മുഴുവൻ അവൻ കാൽവരി ക്രൂശിൽ അവൻ അനുഭവിച്ചു കഴിഞ്ഞു, ആ ശിക്ഷ അവൻ ഏറ്റെടുത്തു കഴിഞ്ഞു, വിശ്വസിച്ചാൽ മാത്രം മതി, നീ നീതീകരിക്കപ്പെടും എന്ന് പറയുന്ന ഈ നിർമ്മലമായ സുവിശേഷത്തോടു കൂടെ എന്തെങ്കിലും ഫിലോസഫിയോ എന്തെങ്കിലും ആചാരങ്ങളോ എന്തെങ്കിലും അനുഷ്ഠാനങ്ങളോ എന്തെങ്കിലും കർമ്മങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ചേർക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ചേർക്കുന്നുവെങ്കിൽ ആ സുവിശേഷമല്ല എന്ന് വചനം പറയുന്നത് നമുക്കറിയാമല്ലോ. ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ എത്ര വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞതായിട്ടുള്ള ഈ സുവിശേഷം അല്ലാതെ വേറെ ഏതെങ്കിലും സുവിശേഷവുമായിട്ട് ആരെങ്കിലും വന്നാൽ അവൻ ശപിക്കപ്പെട്ടവൻ, ഞങ്ങൾ തന്നെ നാളെ വന്നിട്ട് ഈ സുവിശേഷം മാറ്റി പറഞ്ഞാൽ ഞങ്ങൾ ശപിക്കപ്പെട്ടവർ എന്ന് എത്ര സ്ട്രോങ് ആയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തിന് ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല. ഈ സുവിശേഷത്തിന് പകരം വയ്ക്കാവുന്ന വേറൊന്നില്ല. ഈ സുവിശേഷം അല്ലെങ്കിൽ അത് ഇങ്ങനെ ആകാം എന്ന് പറയാനായിട്ടുള്ള വേറൊരു വഴിയില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുകയില്ല എന്ന് പറയുന്ന ആ സുവിശേഷം, അതൊരു തികച്ചും മത അന്ധതയായിട്ട് ഒരുപക്ഷെ തോന്നാം, ഏറ്റവും കുടുസായിട്ടുള്ള ചിന്താഗതിയായിട്ട് തോന്നാം.
ഏറ്റവും നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് തോന്നാം. എന്നാൽ അത് യാഥാർത്ഥ്യമായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇത് അങ്ങനെയൊക്കെ തോന്നാമെന്ന് തോന്നിയാൽ പോലും അത് ഉച്ചയിസ്തരം ഘോഷിക്കുകയും വിളിച്ചു പറയുകയും അതിൻ്റെ വക്താവായിട്ട് ഇരിക്കുന്നതിൽ ഒരു ലജ്ജയുമില്ല. എന്നെ നാരോ മൈൻഡഡ് ആയിട്ട് കൂട്ടിക്കോ, എന്നെ ഏതെങ്കിലും നിലയിൽ കുറവുള്ളവനായിട്ട് കൂട്ടിക്കോ, അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് ഉദാത്തമായ സ്നേഹത്തെ ഇങ്ങനെയൊക്കെ വലിച്ചഴച്ച് മതപരമായിട്ടുള്ള ചില കാര്യങ്ങളാക്കി മാറ്റുന്നവനായിട്ട് കൂട്ടിക്കോ. എന്നാൽ ദൈവത്തിന്റെ വചനം വ്യക്തമാക്കി പറയുന്നു, ഈ സുവിശേഷത്തിന് പകരം വെക്കാനായിട്ട് വേറൊരു സുവിശേഷമില്ല. അതുകൊണ്ട് അതും കൊണ്ടല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നാൽ ആകെ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്നും ദൈവത്തിന്റെ രക്ഷ എന്താണെന്നും മനുഷ്യൻ അനുഭവിക്കാനുള്ള ഏക വഴിയാ ക്രിസ്തു. ആ വഴി മാറ്റിയിട്ട്, ആ പാലം മാറ്റിയിട്ട് ഞങ്ങളിതാ പുതിയ പാലം പണിതു തരാം, ഞങ്ങളിതാ പുതിയൊരു വഴി പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നാൽ, നിങ്ങളുടെ സുവിശേഷം കേട്ടതിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട്, അതുകൊണ്ട് ആ കുറവ് തീർത്ത് കുറച്ച് ജ്ഞാനം പറഞ്ഞു തരാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്ന ഇറ്റിനറന്റ് ഇവാഞ്ചലിസ്റ്റുകൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ കയറ്റരുത്. അവരെ ഉപചാരപൂർവ്വം ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന പോലെ സ്വീകരിച്ച് ഒക്കെ നിങ്ങൾ സാധാരണഗതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപചാരങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ പടിക്ക് പുറത്ത്, കടക്ക് പുറത്തെന്ന് നമ്മുടെ ഇന്നത്തെ ഇത് പറയുന്ന പോലെ നമ്മൾ ചില സംഗതികളോട് കടക്ക് പുറത്ത് എന്ന് പറയുന്നതും ഒരു സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. വചനത്തിൽ നമ്മൾ വായിക്കുന്ന തിത്തോസ് വായിച്ചപ്പോൾ നമ്മൾ പ്രത്യേകാൽ വായിച്ചു, ദൈവകൃപ നമ്മളെ പ്രപഞ്ചമോഹങ്ങളോടും അതുപോലുള്ള കാര്യങ്ങളോടും നോ എന്ന് പറയാനായിട്ട് നമ്മളെ സജ്ജമാക്കും. അതിനോട് നോ എന്ന് പറയാനായിട്ട് ഇടയാക്കും. നോ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു കാര്യമായിട്ട് പലപ്പോഴും തോന്നത്തില്ല. എന്നാൽ പറയേണ്ട സ്ഥാനത്ത് നോ പറയുകയും അകന്നു നിൽക്കേണ്ട സ്ഥാനത്ത് അകന്നു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതും ഒരു സ്നേഹത്തിന്റെ കാര്യമാണ്. നമുക്കറിയാമല്ലോ എന്തുമാത്രം ശ്രദ്ധയോടുകൂടെയാണ് ഇത്തരം കാര്യങ്ങൾ വചനത്തിൽ പറയപ്പെട്ടേക്കുന്നത്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, their teaching will spread like gangrene. അർബുദം പോലെ, ക്യാൻസർ പോലെ. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാൻസർ അല്ല. ഇന്നത്തെ ക്യാൻസർ പിടിച്ചാലോ 10-20 വർഷം പിന്നെയും ജീവിക്കാനുള്ള സ്കോപ്പുണ്ട്. അതുപോലുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യുക. ഇതങ്ങനല്ല. ഗാംഗ്രീൻ പോലെ. ഗാംഗ്രീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ അവയവങ്ങൾ പഴുത്ത് അത് പെട്ടെന്ന് ശരീരം മുഴുവൻ വ്യാപിച്ചു പോകുന്ന ഒരു തരം ഇൻഫെക്ഷൻ ആണെന്ന്, ഒരു തരം ഇതാണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഗാംഗ്രീൻ അവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നിൽ നിങ്ങളുടെ ജീവനെ തന്നെ അപകടത്തിലാക്കുന്ന നിലയിലുള്ള ഒരു സംഭവമായിട്ട് ഇത് തീരും. അവരുടെ ഉപദേശം അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. എത്ര സമയം നമുക്കറിയാമല്ലോ, ഞാൻ ഈ ചില സമയത്ത് ചില മരമോ ഇതോ ഒക്കെ മതിലെ ചാരി വെച്ചിട്ടൊക്കെ പോകും. തിരിച്ചു വരുമ്പം കാണാതെ ചെതല് പിടിച്ച് ഈ ചാരി വെച്ച ഈ മരം വഴി വേറൊരു വഴി ഉണ്ടാക്കി മീതലോട്ട് കയറി. അപ്പൊ ഒന്നും വേണ്ട, മുട്ടിച്ച് വെച്ചാൽ മതി. ചില സംഗതികളൊന്നും മുട്ടിച്ച് വെച്ചാൽ മതി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ആ മുട്ടിയിരിക്കുന്ന ആ ഇരിപ്പ് കൊണ്ട് തന്നെ ചില കേടുപാടുകൾ അതിന് സംഭവിക്കും എന്ന് പറഞ്ഞതുപോലാണ് ദുരുപദേശത്തിന്റെ അനുഭവം. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ആശയം മാത്രമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, ഈ കള്ളപ്രവാചകന്മാർക്ക് പുറകിൽ ഒരു ദുരാത്മാവുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചതുപോലെ അവരുടെ സാന്നിധ്യം തന്നെ പലപ്പോഴും നമുക്ക് ആത്മീയമായിട്ട് നമ്മുടെ പ്രചോദനം നഷ്ടപ്പെടുത്തി കളയുന്ന, ആത്മീയമായിട്ട് ക്രിസ്തുവിലുള്ള നമ്മുടെ ആ പരിജ്ഞാനത്തെ കെടുത്തിക്കളയുന്ന നിലയിൽ അവരുടെ സാന്നിധ്യം തന്നെ ആയിത്തീരും. കാരണം അതിൽ നിന്നൊരു ദുരാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. അത്തരം ഉപദേശങ്ങളിൽ നിന്ന് ശത്രുവിന്റെ ചില ഉദ്ദേശങ്ങൾ നടക്കാൻ തക്കവണ്ണം ഒരു വ്യാപാരമുണ്ട്. അത് കേവലം ബുദ്ധിപരം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഇടപാടുകൾ, അവരുടെ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നമുക്കറിയാമല്ലോ. ഒരു ദുരുപദേശകന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം എന്ത് വില കൊടുത്തും സുവിശേഷം മറ്റുള്ളവരെ അറിയണം എന്നുള്ള നിലയിൽ നമ്മുടെ പല സംഗതികളും അങ്ങനെ ആക്കി തീർക്കാറുണ്ട്. സുവിശേഷം പറയാനുള്ള ഒരു അവസരമായിട്ട് അത് തീരട്ടെ എന്നുള്ളത് പോലെ. അതുപോലെ തന്നെ ഈ ദുരുപദേശകർ, നമ്മൾ ഈ ക്ലബ് ഹൗസിൽ തന്നെ ചില പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ ചെവിയിൽ കൂടെ, മൂക്കിൽ കൂടെ, ഇതിലൂടെ എന്തോ പുറത്തിറങ്ങിയാലും ഈ ദുരുപദേശത്തിന്റെ ഒരു അംശമേ ഇറങ്ങത്തുള്ളൂ. അതാ രസം. ഈ ദുരുപദേശത്തിന്റെ അതിൽ ഊന്നിക്കൊണ്ടും നമ്മൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അവർ പറയുന്ന ഫിലോസഫി മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നുള്ള നിലയിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഉത്തരങ്ങളാണ് അവർ തരുന്നത്. ഇപ്പം ക്രിസ്തുവിനെ കുറിച്ച് പറയുക, ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറയും, അയ്യോ അങ്ങനൊന്നും അല്ല, ക്രിസ്തു മഹാദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഉടനെ പറയും. എന്നാൽ അടുത്തത് പറയുന്നത് എന്താ? എന്നാൽ പിതാവിനെ പോലെ അല്ല. അപ്പൊ മഹാദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും.
എന്നാൽ പിതാവിനെ പോലെയല്ല, അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കുറഞ്ഞ് എന്നൊക്കെ പറയുന്ന എത്രയോ പേര് നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നു. അവരേതെങ്കിലും എവിടെങ്കിലും പറഞ്ഞാൽ അങ്ങനെയല്ലാതെ അവര് അർത്ഥം വെച്ച് മൊന വെച്ച് ഒരു ആംഗിളിൽ സംസാരിക്കുമ്പം അവർ ചെന്ന് എത്തുന്നത് തന്നെ അത്തരം കൺക്ലൂഷനിലേക്കാണെന്ന് ബുദ്ധിയുള്ള മനുഷ്യന് അത് പാവം പറഞ്ഞു തുടങ്ങുമ്പോഴേ അവന് മനസ്സിലാകും. കാരണം അത്തരം ആൾക്കാർ അവരോ വീണുപോയി മറ്റുള്ളവരെയും കൂടെ വീഴ്ത്തിക്കളയാനും പൈശാചികമായ ഉപദേശത്തിൽ കുടുക്കാനുമായിട്ടുള്ള ഒരു സട്ടിലായിട്ടുള്ള ഒരു 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 വ്യാപാരം അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുക, അങ്ങനെയുള്ളവരെ എൻ്റർടൈൻ ഇപ്പൊ പണ്ട് ആരോ ചോദിച്ചെന്ന്, ഞാൻ ഈ മൂലയ്ക്ക് നിങ്ങളൊക്കെ ഒരു ഇതും ഉണ്ടാക്കുന്നില്ല, ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ. ഒട്ടകം പറഞ്ഞു, ഇത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, മൂലയ്ക്ക് കയറി ഇരിക്കത്തേ ഉള്ളൂ, അവിടെ എൻ്റെ ഒരു സാധനം ഒന്ന് വെച്ചോട്ടെ. അത് അവസാനം ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ. ആ പഴഞ്ചൊല്ല് എന്താണെന്നും കഥ എന്താണെന്ന് നമുക്കറിയാമല്ലോ. എന്ന് പറഞ്ഞതുപോലെയാ ഒരു ദുരുപദേശകന് നമ്മള് അവനെ എന്റർടൈൻ ചെയ്യുന്നതും അവനെ അംഗീകരിക്കുന്നതും അവന്റെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് നമ്മുടെ സമയവും നമ്മുടെ ചെവിയും തുറന്നു കൊടുക്കുന്നതും ഒക്കെ ഇതുപോലെ സൂയിസിഡലായിട്ടുള്ള ആത്മഹത്യാപരമായിട്ടുള്ള നിലപാടുകളാണ് എന്നാ വചനം പറയുന്നത്. ദൈവവചനത്തിൽ പറയുന്ന ഇതനുസരിച്ച് നമുക്കറിയാമല്ലോ. സാധാരണ ഇങ്ങനെയുള്ള ആൾക്കാർ ചിലർ വരുന്നത് എപ്പോഴാ? ഒരു ദിവസമല്ല, എനിക്കറിയാവുന്ന ചിലർ വരുന്നത്, നമ്മൾ ഞായറാഴ്ച ആരാധനയ്ക്ക് ബൈബിളും എടുത്ത് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താ ഇവർ അവരുടെ പുസ്തകം വിൽക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നത്. പിന്നെ അവിടെ ഇരിപ്പായി വർത്തമാനമായി അവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നവൻ അന്നത്തെ ആരാധന വേണ്ടാന്ന് വെച്ച്, കൂട്ടായ്മ വേണ്ടാന്ന് വെച്ച് അവന്റെ ദുരുപദേശവും കേട്ടോണ്ടിരിക്കണം. അപ്പൊ അത് ഡിസൈൻ ചെയ്തിട്ട് അവൻ വരുന്നത് തന്നെ. ഇന്നൊരു ദിവസം ഇവനെ ആരാധനയ്ക്ക് വിടണ്ട, നോക്കിയാട്ടെ. അപ്പം ഇതുപോലുള്ള എത്ര പിതാവിനെ അല്ലെങ്കിൽ പുത്രനെ അംഗീകരിക്കാത്ത, പുത്രൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് അംഗീകരിക്കാത്ത എത്രയോ വഞ്ചകന്മാർ എന്ന യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവരാകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കാത്ത, അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അവര് പറയുന്നത് ദൈവീകമാണ്, അവര് പറയുന്നത് നമ്മൾ പറയുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ആശയങ്ങളാണ്. നമ്മുടെ ഡോക്ടറിനിൽ എവിടേക്കോ ചില തെറ്റുപറ്റിയിട്ടുണ്ട്, അവരുടെ ഡോക്ടറിനാണ് മേൽത്തരമായത് എന്നൊക്കെ പറയുമ്പോഴും വചനം പ്രഖ്യാപിക്കുകയാണ്, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവൻ, അത് ചിലത് മനസ്സിലായിക്കൊള്ളട്ടെ, നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെല്ലാം ഉണ്ടായിക്കൊള്ളട്ടെ, എല്ലാം മനസ്സിലായിട്ടൊന്നും അല്ല അനുസരിക്കുന്നത്. എന്നാൽ ആ ക്രിസ്തുവിനുള്ള യാഥാർത്ഥ്യം അനുഭവിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീർന്നിട്ടുള്ളത് കൊണ്ട് അവന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ആരും, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ആർക്കും ദൈവമില്ല. അതൊരു അടി പോലെ എനിക്ക് തോന്നുന്നു. കാരണം അവന് ദൈവമില്ല. അവൻ എന്ത് വേണേലും പറയട്ടെ, അവന്റെ തത്വശാസ്ത്രം കൊണ്ട് അവൻ എന്ത് വേണേലും പറയട്ടെ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ഒരുത്തന് ദൈവമില്ല. പ്രിയപ്പെട്ടവരെ, എത്ര വ്യക്തമായിട്ടും ശക്തമായിട്ടും അത് പറഞ്ഞിരിക്കുന്നു. അവനോട് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കുക ഒരു കോസ്മോപോളിറ്റൻ ലവ് ഒക്കെ അങ്ങ് പ്രദർശിപ്പിച്ചേക്കാം, വചനമൊക്കെ അങ്ങനെ പലതും പറയും, അങ്ങനെയുള്ള ഇതൊക്കെ പറയും. കഴിവിന്റെ പരമാവധി അത്തരം ഉപദേശങ്ങളിൽ നിന്നും അത്തരം ആൾക്കാർ പറയുന്ന, കാരണം ഇവരൊന്നും ദുരുപദേശം പറഞ്ഞുകൊണ്ടല്ലല്ലോ വരുന്ന പലരും. നമുക്ക് തന്നെ ക്ലബ് ഹൗസിൽ അറിയാം എത്ര സരസമായിട്ട് സംസാരിക്കുകയും മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവരുടെ വാചാലത എന്തുമാത്രമാ. അതൊക്കെ കുറച്ചു നേരം കേട്ടിരുന്ന സാധാരണഗതിയിൽ അവൻ പറയുന്ന ബോഷ്ക്ക് സത്യമാണെന്ന് നമ്മൾ അറിയാതെ വിശ്വസിച്ചു പോകും. അവൻ പറയുന്ന പോഷ്ക്ക് സത്യമാണെന്ന് നമ്മൾ അറിയാതെ വിശ്വസിച്ചു പോകുന്ന നിലയിലുള്ള പ്രസന്റേഷൻസ് അവർ നടത്തും. തൽക്കാലത്തേക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെയും നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തെയും ഉപേക്ഷിച്ചു പോകത്തക്കവണ്ണം, അതൊന്നും അല്ല ശരി, ഈ അച്ചായം പറയുന്ന ശരി എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു 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 കൺവിക്ഷനിലേക്ക് നമ്മൾ പോയി പോകും. നമ്മൾ ആത്മീയമായിട്ട് ശിശുക്കളാണെന്നും നമ്മൾ അത്തരം ഉപദേശങ്ങൾ കേട്ടാൽ നമ്മൾ വീണു പോകുമെന്നും നമ്മളാ ചിന്തിക്കേണ്ടിയേ. കാരണം എനിക്ക് താങ്ങാവുന്ന ദുരുപദേശമല്ല. പലരും പോയി ദുരുപദേശത്തിൽ കുടുങ്ങുന്നതിന്റെ ഒരു കാര്യം എന്താണെന്നറിയാവോ? അത് ഈ ഗലാത്യർക്ക് സംഭവിച്ചതുപോലത്തെ ഒരു സംഭവം സംഭവിക്കുമ്പോഴാണ്. നിങ്ങളെ ക്രിസ്തുവിനെ നിങ്ങളുടെ മുന്നിൽ ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ എന്നാ ചോദിക്കുന്നത്. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? എന്താണ് അവിടെ ക്ഷുദ്രം എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ജൂഡേസേഴ്സ് ആയിട്ടുള്ള ആൾക്കാര്
അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യങ്ങളെ പ്രമാണിക്കണമെന്ന് വാദിക്കുന്ന യഹൂദന്മാരായിട്ടുള്ള വിശ്വാസികളെന്ന് പറയുന്നവർ അവരുടെ ഇടയിൽ വന്ന് അവരുടെ മുന്നിൽ ചില വാദമുഖങ്ങൾ വെക്കുക. വാദമുഖങ്ങൾ വെക്കുമ്പോൾ ഉപരിപ്ലവമായിട്ട് നോക്കുമ്പോൾ അവര് പറയുന്നതാ ശരി. കാരണം നമ്മൾ പറയുന്നതാണ് ശരി എന്ന് മനസ്സിലാകാതിരിക്കുകയും അവര് പറയുന്നതാണ് ശരി എന്ന് തോന്നുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം അവര് പറയുന്ന കാര്യങ്ങൾ കേവലം ബുദ്ധിപരമാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ഇത് ഇന്നതുപോലെയാണ് എന്ന് ചിലപ്പം ബുദ്ധിക്ക് തോന്നാവുന്ന ചില സാധ്യതകളുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ നമ്മൾ നടത്തുന്നത് ബുദ്ധിപരമായിട്ടുള്ള ആശയം മാത്രമല്ല, ഒരു വെളിപ്പാടും കൂടെ അതിൻ്റെ കൂടെ ആവശ്യമാണ്. യേശു ക്രിസ്തുവിൽ ആണ് നമുക്ക് രക്ഷയുള്ളതെന്നും അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്നും അവനാണ് ദൈവത്തിന്റെ ഏക വഴിയെന്നുമുള്ളത് ബുദ്ധിയിൽ മാത്രം വെളിപ്പെട്ട ഒരു വിഷയമല്ല, അത് ആത്മാവിൽ വെളിപ്പെട്ട ഒരു ആത്മീക മർമ്മവും കൂടാ. അതും കൂടെ നമ്മൾ ഗ്രഹിക്കണം. അപ്പൊ ആ വെളിപ്പാടിനാലാ നമുക്ക് ഈ ദൈവിക സത്യങ്ങൾ നമുക്ക് മനസ്സിലായത്, കേവലം ബുദ്ധിയുടെ ആർഗ്യുമെന്റ് കൊണ്ട് മാത്രമല്ല. എന്നാൽ ഈ ഗലാത്യര് പോയി കുടുങ്ങിയത് ബുദ്ധിപരമായിട്ടുള്ള ചില ആർഗ്യുമെന്റുകളിൽ പ്രമാണം അനുസരിക്കണ്ടേ, അപ്പൊ പഴയ നിയമം എഴുതിയത് അങ്ങനെയാണല്ലോ, ഇങ്ങനെ ഇതാണല്ലോ അതിന്റെ കാര്യം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് തലയുയർത്തി നോക്കാൻ കഴിയാത്ത നിലയിൽ ആത്മീയമായി ശൈശവത്വത്തിലായിരുന്നവര്. ദൈവവചനത്തെയും ദൈവവചനത്തിലെ കാര്യങ്ങളെയും വിവേചിക്കാനും അറിയാനും കഴിയാതെ വണ്ണം ഉള്ള ഒരു ആത്മീയ ശൈശവത്വത്തിൽ ആയിരിക്കുന്ന വ്യക്തികൾക്ക് ഇവരുടെ ഈ ക്ഷുദ്രം, മാനസികമായിട്ടുള്ള ക്ഷുദ്രം, ഇന്ന് ഈ ക്ഷുദ്രത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ മുന്നിൽ അവരുടെ ബുദ്ധിക്കോ ആത്മീയതയ്ക്കോ ദൈവവചന പരിജ്ഞാനത്തിനോ ബിയോണ്ടായിട്ടുള്ള ചില സംഗതികൾ പ്രസന്റ് ചെയ്യപ്പെട്ടു. അതവർക്ക് അന്നേരം സത്യമാണെന്ന് തോന്നി. അതിനെ മറികടന്നു പോകാനുള്ള ദൈവകൃപയോ ദൈവസന്നിധിയിൽ ആ കൃപ അല്ലെങ്കിൽ ആ ഒരു വെളിപ്പാട് അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് പലരും ഇന്നും അതിൽ കുടുങ്ങിക്കിടക്കുക, സുവിശേഷത്തെ പരിഹസിക്കുക, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിന്ദിക്കുക. കാരണം അവർ ക്ഷുദ്രം ചെയ്ത് അവരുടെ കണ്ണുകൾ മയക്കപ്പെട്ടു പോയി. ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കിട്ടിയിരിക്കെ. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ എന്ന് പൗലോസ് അത്ഭുതത്തോടെ ചോദിക്കത്തക്കവണ്ണം. പൗലോസിന്റെ 1-ാം മിഷണറി യാത്രയിൽ ഈ സഭകളൊക്കെ ദൈവകൃപയിലേക്ക് കടന്നു വന്നെങ്കിൽ അത് ക്ഷുദ്രം ചെയ്ത് മയക്കപ്പെട്ട നിലയിൽ വീണ്ടും പ്രവൃത്തിയിലേക്കും കർമാചാരങ്ങളിലേക്കും ഒക്കെ തിരിഞ്ഞു പോകുന്ന ഒരു നിലയിലേക്ക് അവർ മാനസികമായിട്ട് അധപ്പതിക്കുകയും അതാണ് ശരി, ഈ പറയപ്പെടുന്ന സുവിശേഷം അല്ല ശരി എന്ന് അവർക്ക് തോന്നുന്ന ഒരു നിലയിൽ അവരായിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിഴുങ്ങാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ കടിക്കാൻ പോകരുത്. ഇംഗ്ലീഷിലുള്ള ഒരു ചൊല്ലാണ്, നമുക്ക് അറിയാമല്ലോ, ഡോണ്ട് ബൈറ്റ് മോർ ദാൻ യു ക്യാൻ സ്വോളോ. നമ്മുടെ ക്രിസ്തീയ വളർച്ചയ്ക്കും നമ്മുടെ കാര്യങ്ങൾക്കും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കേൾക്കാം, അല്ലെങ്കിൽ അതിന് ഉത്തരം പറയാൻ കഴിയുമെന്ന് ദൈവസന്നിധിയിൽ ബോധ്യമുള്ളവർക്ക് നിശ്ചയമായും ദൈവസന്നിധി താഴ്മയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. എന്നാൽ നമുക്ക് കടിച്ചാൽ വിഴുങ്ങാൻ പറ്റാത്ത ഒരു സാധനം കടിച്ചു വായി വെച്ചുകൊണ്ട് ഇരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്ന പോലെ ഇന്ന് പലർക്കും സംഭവിച്ച ബുദ്ധിപരമായിട്ടുള്ള ചില ചോദ്യങ്ങളുടെ മുന്നിൽ, ബുദ്ധിപരമായിട്ടുള്ള ചില ആർഗ്യുമെന്റുകളുടെ മുന്നിൽ അവരുടെ ക്രിസ്തീയ ജീവിതം കുടുങ്ങിക്കിടക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് സങ്കീർത്തനങ്ങളിൽ വായിക്കുന്ന പോലെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും ഞാൻ ഇടപെടാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ ആത്മാവിനെ താലോലിച്ച് ഒരു ശിശുവിനെ പോലെ ഉറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഇനിയും ചോദ്യങ്ങൾക്കും കൂടി ഉത്തരം അറിഞ്ഞിട്ടേ ക്രിസ്തുവിൽ വിശ്വസിക്കത്തുള്ളൂ. അത് ഇതുവരെ ക്രിസ്തുവിൽ ഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവൻ നമ്മുടെ രക്ഷകനാണെന്നും കർത്താവാണെന്നും അവൻ വേഗം വരുന്നു എന്നുള്ള കാര്യത്തിൽ ഇനിയും കൺഫർമേഷന്റെ ആവശ്യമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനിയും ആയിരം ചോദ്യങ്ങൾ ഒരു പക്ഷേ രക്ഷയെക്കുറിച്ചും ഒക്കെ ഈ ലോകത്തിൽ ഉണ്ടായേക്കാം. അതിലെല്ലാം ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യസ്ഥതയും എനിക്കില്ല. എനിക്ക് അറിയാവുന്നത് പറയും, അറിയാൻ പറ്റാത്ത കാര്യം അറിയേല എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ക്രിസ്തുവിൽ സ്വീകരിച്ച എൻ്റെ ഈ ദൈവിക മാർഗവും ഞാൻ അനുഭവിച്ച അനുഭവം തെറ്റാണെന്നതുകൊണ്ട് വരുന്നില്ല. അതിനൊന്നും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകനാണ്, അവൻ എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു, എനിക്ക് രക്ഷയുണ്ട്, എനിക്ക് നിത്യജീവനുണ്ട്, ഞാൻ സത്യത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നതിന് എനിക്കൊരു സങ്കോചവുമില്ല പ്രിയപ്പെട്ടവരെ. ആ മറ്റുള്ള അവരുടെ അംഗീകാരത്തിന് വേണ്ടി, ചില ആൾക്കാരുടെ അംഗീകാരത്തിന് വേണ്ടി എൻ്റെ ആ വിശ്വാസത്തിന്റെ വഴികളെ നശിപ്പിച്ചിട്ട് അവനോട് താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? എനിക്കറിയാം, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ, വർഷങ്ങൾ നമുക്കറിയാം, ഇന്ത്യയിലുള്ള വലിയൊരു
ഇതിൽ ആ ഇതില് നേതാവായിട്ടൊക്കെ നിന്ന വ്യക്തി വളരെ ഹീനമായ ഒരു പാപത്തിൽ പിടിക്കപ്പെടുകയും അങ്ങനെ ആ സംഘടനയുടെ ഇതിൽ നിന്നൊക്കെ ഇത് ഡീബാർ ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പുറത്താക്കി കളയുകയും ചെയ്ത അനുഭവങ്ങൾ ഒരു ചില വർഷങ്ങൾ, ഒരു 20-25 വർഷം മുന്നേ നമ്മളൊക്കെ കേട്ട് കാണും. 25 അല്ല, ഒരു 30 വർഷമായി കാണും. അദ്ദേഹത്തെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി വേറൊരു ദൈവദാസൻ പോയി. ആ ദൈവദാസനെ നമുക്കൊക്കെ അറിയാവുന്ന ആളാണ്. എന്നാൽ ഈ രണ്ടുപേരുടെ അഡ്രസ് ഇന്ന് ഈ ക്രിസ്തീയ ഗോളത്തിലില്ല. കാരണം ഇദ്ദേഹം പിടിച്ച് കയറ്റാൻ പോയത് ആരെയാ? ബുദ്ധിപരമായിട്ട് അദ്ദേഹത്തെക്കാളും ഒരു ജൈജാൻ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വീഴ്ചയിൽ ഈ പ്രാർത്ഥനാവീരനായ ദൈവഭക്തൻ പിടിച്ചു കയറ്റാൻ പോയത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ വീര്യവും പോയി, അദ്ദേഹത്തിന്റെ അന്യഭാഷയും പോയി, അദ്ദേഹത്തിന്റെ പ്രവചനവും പോയി. നമ്മുടെ കേരളത്തിലൊക്കെ വന്ന് പലരോടും പ്രവചനവും പല ദൂതുകൾ അറിയിച്ച് അനേക ഭക്തന്മാരെ അഭിഷേകം ചെയ്ത് ദൈവവേലയിലാക്കിയിട്ടുള്ള ദൈവഭക്തനാണ് തമിഴ്നാട്ടുകാരനായിട്ടുള്ള ദൈവദാസൻ. എന്നാൽ അദ്ദേഹവും ഇന്ന് ഈ വേലയുടെ മുഖത്തോ ഇതിന്റെ മുഖത്തോ ഇല്ല. വളരെ 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 സങ്കടകരമായിട്ടുള്ള ഒരു നിലയിൽ. കാരണം ഇത് കുഴി വീണ് കിടക്കുന്നത് നമുക്ക് വലിച്ചു കയറ്റാൻ കഴിയുന്ന ആളാണെങ്കിൽ വലിച്ചു കയറ്റാം. നമ്മളെയും കൂടെ വലിച്ച് കുഴിയിലോട്ടിരുന്ന ഒരാളെ നമുക്ക് വലിച്ചു കയറ്റാൻ കഴിയും? ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം അവസാനം നമ്മൾ വായിക്കുന്നു, ആരെങ്കിലും സഹോദരങ്ങൾ ഇതിങ്ങനെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ സൗമ്യതയുടെ ആത്മാവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുക, നീയും വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. അത് നോക്കണം. അപ്പം വലിച്ചു കയറ്റുന്നവൻ നോക്കിക്കോണം, നമുക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്ന ഭാരമാണോ അതോ നമ്മളെയും കൂടെ പിടിച്ച് ആ കുഴിയിലോട്ട് ഇടുന്ന ഭാരമാണോ നമ്മൾ കയറ്റാൻ പോകുന്നത് എന്നുള്ളത്. അത് നമ്മൾ വിവേചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ കപ്പാസിറ്റിയിൽ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പോകേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയാത്തതും ബുദ്ധിപരമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ, നമുക്ക് അറിയാത്തതുമായ എത്രയോ കാര്യങ്ങളുണ്ട്. എല്ലാം അറിഞ്ഞിട്ടാണോ നമ്മൾ ദൈവമക്കളായിരിക്കുന്നത്? അവനെ അനുഭവിച്ചതിന്റെ വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോകാം. അതിനായി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. ഇത്തരം ആൾക്കാരോടുള്ള കുശലവും ബന്ധവും ഒന്നും നമുക്ക് വേണ്ട. അവരെ ഒന്ന് മുട്ടിയിരുന്നാൽ മതി. ചിലപ്പോൾ നമ്മൾ നിബന്ധിച്ചു പോകാനായിട്ട് അത്തരം കൂട്ടായ്മകളൊന്നും നമുക്ക് വേണ്ട എന്ന് നമുക്ക് ആ കാര്യത്തിൽ നമ്മൾ വളരെ നാരോ മൈൻഡഡ് തന്നെയാണ്. ഐ എം എ നാരോ മൈൻഡഡ് പേഴ്സൺ ഇൻ ജീസസ് ക്രൈസ്റ്റ്. ആസ് ഫാർ ആസ് ദ ട്രൂത്ത് ഓഫ് ജീസസ് ഈസ് കൺസേൺഡ്, ഐ എം നാരോ മൈൻഡഡ്.